wishing a very happy Merry Christmas to all. സോ ഇന്ന് ഞാൻ കുറേ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല ബിക്കോസ് ഓഫ് മൈ വർക്ക്. കാരണം വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് എവിടെയും കൂടുതൽ ഞാൻ പ്ലാൻ ചെയ്തത് എവിടെയൊന്നും പോകാൻ പറ്റിയില്ല. വർക്ക് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡി ആയിട്ടാണ്. എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ ചർച്ചിലോട്ടാണ്, ബിക്കോസ് ഇവിടെ അടുത്ത് ചർച്ചുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും പോയിട്ട് വരാമെന്ന് ആലോചിച്ചു. സോ നമുക്ക് എങ്ങനെയാ വീഡിയോയിലോട്ട് പോവല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. സോ ഞാൻ ഈ ഹെയർ ഫ്രീ ഹെയർ ഇടുന്നില്ല, ഈ ഒരു ബോ ഇതിനെ സ്യൂട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതിട്ടിട്ട് നമ്മൾക്ക് ഹെയർ ബോ ചെയ്യാം. ജസ്റ്റ് ഒന്നിതാ കെട്ടിയത് ബോ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് എന്തായാലും കാണിച്ചു തരാം. എനിവേസ് നമ്മൾക്ക് ടൈം ആയല്ലോ. സോ വി ഷുഡ് ഹാവ് ടു ലീവ്. ഹിയർ ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ബോ ഇതിനൊക്കെ. ഞാനും പ്രകൃതിയാണ് ചർച്ചിലോട്ട് പോണത്. ഹാപ്പി ക്രിസ്മസ് പ്രകൃതി. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ചർച്ചിലോട്ട് പോയാലോ? അല്ലല്ലോ, ഓൾറെഡി ലേറ്റ് ആയി അല്ലേ? ഓക്കെ, shall we go? Yes. Wow. കാണിച്ചു തരാം കേട്ടോ. തന്നെ അവിടെ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അവർ അടിപൊളിയായിട്ട്. ദേ ഉണ്ണി യേശുവിനതാ. ഓ മൈ ഗോഡ്, ക്യൂട്ട്. ഹാപ്പി ക്രിസ്മസ് എന്നുള്ള ഡെക്കറേഷൻ ഒക്കെ. പ്രകൃതി സോ നൈസ് യാ. എൻട്രൻസ് അടിപൊളി വലിയ പള്ളിയല്ലേ പ്രകൃതി. സോ ഇതാണ് ആക്ച്വലി ഫുൾ ഓഫ് അവർ ഡെക്കറേഷനൊക്കെ ഫുൾ ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ലേ പ്രകൃതി. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് അവിടെ ഒരു കോമ്പിനേഷൻ. നല്ല പോലെ തന്നെ അടിപൊളിയായിട്ടാണ് പള്ളി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരോ ഇത് എഴുതിയിരിക്കുന്ന എല്ലാം ജനിച്ചതും അവരെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു മീനിങ് ഫുള്ളാണ്. അതെ അതെ, എല്ലാവരും പ്രേസ് ചെയ്യുന്നതാണ് ഇവിടെ. ഒരുപാട് പേര് വന്നിട്ടും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ സോ ബ്യൂട്ടിഫുൾ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അടിപൊളി വിഷ്വൽ കാണാൻ പറ്റും, വന്നതാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. താങ്ക് ഗോഡ്. ഡെക്കറേഷനെല്ലാം നന്നായിട്ടില്ലേ? ഫ്ലവേഴ്സൊക്കെ ടോപ്പ് വരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല രസം. സൈഡിൽ അതെ ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും. ഭയങ്കര ഒരു സൈലൻസും കാണും. എത്ര പേര് വന്നിട്ട് പോയാലും ആ ഒരു ഇതൊക്കെയാണ്. വിഷ്വൽ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പുറത്തൊക്കെ ഫുള്ള് പാട്ടാണ്, ആൾക്കാർ വന്നും പോകുന്നുണ്ട്, ഓരോരുത്തരവർ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീ കാണിച്ചു തരാം കേട്ടോ, ചെറിയ ക്രിസ്മസ് ട്രീ. മെഴുകുതിരികളായിട്ട് ആൾക്കാർ കത്തിക്കുന്ന കേട്ടോ. ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ദെൻ ഇവിടെ നോക്കിയാൽ തന്നെ ഫുൾ ഓഫ് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫുൾ ഓഫ് ലൈറ്റിങ്സ് ആണ്. പാട്ട് വെച്ചുകൊണ്ടാണ് കൂടുതലും. ഒന്നും കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. ഫുൾ ഓഫ് പാട്ട് വെച്ചിട്ട് തമിഴ് പാട്ടൊക്കെ അവരുടെ ഒരു ഭക്തിഗാനങ്ങളാണ്. മലയാളമാണെങ്കിൽ കൂടെ എനിക്ക് അത്യാവശ്യം അറിയായിരിക്കും. അടിപൊളി വ്യൂ. ഇറ്റ്സ് ടു ഗുഡ്. എനിവേസ്
പ്രകൃതി കാണിക്കുന്നു. ഇവിടെ നിന്ന് കറക്റ്റ് മേളിന്ന് വ്യൂ കാണുമ്പോൾ കറക്റ്റ് മൂണും അതേപോലെ സ്റ്റാറും കാണുന്നുണ്ട്. വെയിറ്റ്, ഗുഡ് വ്യൂ. ഈ ചർച്ചിന്റെ പേരെന്താണെന്ന് അറിയോ? പേര് പോലും അറിയാതെ വന്നത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് എന്നാണ്. നിനക്ക് തരുമായിരുന്നു മുമ്പ്? ചർച്ചിന്റെ പേര് പോലും അറിയാതാണ് എന്നെ കൂട്ടിയിട്ട് വന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് എന്നാണ്. ബീച്ചിനുള്ളിൽ കൂടെ പോകേണ്ട. പ്രകൃതി പറഞ്ഞ ആ ഒരു ടാസ്കിൽ പോവുകയാണ്. മേലിൽ സ്റ്റാർ മൂന്നും ഇപ്പുറത്തെ സ്റ്റാർ അല്ല, ഇപ്പുറത്തെ സ്റ്റാർ ഇപ്പുറത്തെ മൂൺ. ഓക്കെ, നമുക്ക് പോവാല്ലേ പ്രകൃതി? ഓക്കെ, പോയിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് ആന്റിയോട് ചോദിക്കണം. കുഞ്ഞു ക്രിസ്മസ് കുട്ടികളാട്ടോ. ഹായ് ഹായ്. ദേ ക്രിസ്മസിന്റെ കപ്പൂപ്പം വേഷം കെട്ടി സാൻഡി, കുട്ടി സാൻഡകളാട്ടോ. ഇവിടെ നിന്ന് പോകുന്നവരെല്ലാം ഉള്ളിലോട്ട് പോകുമ്പോൾ ഈ കൊന്ത ഇതെല്ലാം മേടിച്ചതാ. മെഴുകുതിരി വാങ്ങണമെങ്കിൽ എണ്ണ എല്ലാം ഉണ്ട്, ബൈബിളും എല്ലാം മേടിച്ചിട്ടാണ് അവരിവിടെ നിന്ന് ഉള്ളിലോട്ട് പോവാട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊന്ത കയ്യിലിടാനും ബ്രേസ്ലെറ്റ് പോലത്തെ ലോക്കറ്റ്സ് എല്ലാം ഉണ്ട്. നമ്മൾ എയർപോർട്ട് റോഡിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് തട്ടുകട ഫുഡ് പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ സൈഡത്തെ ഫുഡ്സ് ഒക്കെ നല്ലതാണെന്ന് ദർശനം. നമ്മൾ അന്ന് വന്നതില്ലേ ഇവിടെ എല്ലാ കടയുണ്ട്. ഇനി ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കൽ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള പറയുന്നത്. ഇവിടെ ഈ സൈഡിൽ മൊത്തം കടയാണ്. അറിയില്ല, ഇവിടെ എന്തൊക്കെയോന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആകെ ഇവിടെ ഇതുപോലെ വട കഴിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ 5 രൂപയല്ലേ. നല്ല ഐഡിയ. ഇതും പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ എല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞാൽ എല്ലാം കഴിയും. ഇതിന്റെ എൻഡ് ആയി കഴിഞ്ഞാലാണ് എയർപോർട്ട് എത്തുക കേട്ടോ. എയർപോർട്ട് റോഡ്. വെയിറ്റ്, ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാ അതെ, അയാൾ അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ. ഇങ്ങനെ ഈ കോർണർ അറ്റത്ത് പോയി കഴിഞ്ഞാലാണ് എത്തുക. ബായ് ബിരിയാണി ഉണ്ടാവും എന്നൊക്കെ നോക്കാം. കട കഴിഞ്ഞു, ഇതുവരെ ഉള്ളൂ. ഇതാണ് ലാസ്റ്റത്തെ കട. ഒന്ന് കഴിക്കാനിരുന്നു. നീ എന്താ ഓർഡർ പറഞ്ഞു? പറ. ഇഡ്ലിയും മീൻ കുഴമ്പും. ഞാൻ ചപ്പാത്തി പറഞ്ഞു. ചപ്പാത്തി വെജ് കുഴമ്പ. എന്തായാലും ഫുഡ് വരട്ടെ. ഈ ഫുഡ് കഴിച്ചു നമ്മൾ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളൊരു മീൻ ഫ്രൈയും പറഞ്ഞു, ഞാനൊരു ഓംപ്ലേറ്റും പറഞ്ഞു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. നല്ലത് കൊണ്ടാണ് അത് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അടിപൊളിയായിരുന്നു. എനിവേസ് നമ്മളിഞ്ഞ് റൂമിലോട്ട് പോവാണ്. ഓക്കെ, നമ്മൾക്ക് എന്തായാലും ഇനി റൂമിലോട്ട് പോവാം. കേക്ക് കട്ട് ചെയ്യേണ്ട എന്താണെന്ന് അറിയില്ല. അത് പ്രേമാൻ്റെയോട് ചോദിച്ചിട്ട് എന്താണ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് വൈൻഡപ്പ് ആയിട്ടൊരു വീഡിയോ ആയിരിക്കും വരിക അല്ലേ? നോക്കാം. അല്ലെങ്കിൽ നേരെ വൈൻഡപ്പ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. എനിവേസ് റൂം എത്തിയിട്ട് ഇനി കാണാം. ഞാൻ ഒരുപാട് ലാഗ് ആക്കുന്നില്ല. ലാസ്റ്റ് മൊമെന്റ് ആവും. കട്ട് ചെയ്തല്ലോ, എല്ലാവരും വരട്ടെ അല്ലേ? 10 o'clock ആയിരുന്നു കേക്ക് കട്ട് பண்ணிட்டு. ഓക്കേ, ബൈ ബൈ. ഒരു
ഷോർട്സിൽ ലാസ്റ്റ് ഷോർട്സിൽ പറഞ്ഞ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് അവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. ഞാൻ പ്രകൃതി എന്താ കേക്ക് കഴിച്ചത്, ബാക്കി ഇച്ചിരി പീസ് കിട്ടിയ കേക്കിനെ എടുത്തിട്ട് വന്നു. എന്തായാലും കഴിക്കാൻ പോകുന്നില്ല, വേസ്റ്റ് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ ഇച്ചിരി ടയർഡായില്ല പ്രകൃതി? ரொம்ப ടയർഡ് ഇருக்கு. എന്താണെന്ന് അറിയില്ല, ഇച്ചിരി ടയർഡായി, ഉറങ്ങാൻ പോണ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ചെറിയൊരു ക്രിസ്മസ് വ്ളോഗാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.